وعن ابن مسعود رضي الله عنه أنه قال سألت رسول الله صلى الله عليه وسلم أي الأعمال أفضل قال رسول الله صلى الله عليه وسلم الصلاة على وقتها قلت ثم أي قال بر الوالدين قلت ثم أي قال الجهاد في سبيل الله متفق عليه. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? ഏറ്റവും ശ്രേഷ്ഠമായി ദുനിയാവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ അമൽ പ്രവർത്തനം ഏതാണ് നബിയെ? അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ യഥാർത്ഥ സമയത്ത് നിസ്കരിക്കലാണ്. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ അതിൻ്റെ ഇത് കിട്ടത്തില്ല. നിസ്കാരത്തിനൊരു മുഖ്താറായ സമയമുണ്ട്. ഇപ്പോൾ സുബഹി, അതിനൊരു മുഖ്താറായ സമയത്ത് നമ്മളത് നിസ്കരിച്ചു. ഇനിയിപ്പോൾ ഒരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുഖ്താറായ സമയം പോയി. പിന്നെയും ആളുകൾ സുബഹിക്കരിക്കുന്നവരുണ്ടാകും, പക്ഷേ അതിൻ്റെ യഥാർത്ഥ സമയം അതങ്ങ് കഴിഞ്ഞു കിടന്നു. അപ്പോൾ ലൊഹറാണെങ്കിലും ശരി, അപ്പോൾ അസർ വരെ സമയമുണ്ടല്ലോ, അപ്പോൾ അസറിന് മുമ്പ് നിസ്കരിച്ചാൽ പോരെ. ഫർള് ഒരുപക്ഷെ ശരിയാ വീടും, പക്ഷേ അതിന് ഈ യഥാർത്ഥ സമയത്ത് നിസ്കരിക്കുന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ആ വമ്പിച്ച പ്രതിഫലമുണ്ടല്ലോ, അത് ഒരുപക്ഷെ കിട്ടുകയില്ല, നഷ്ടപ്പെട്ടു പോകും. അത് ഏത് നിസ്കാരത്തിനും ഒരു മുഖ്താറായ വളരെ നിർണയിക്കപ്പെട്ടൊരു സമയമുണ്ട്. ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും വലിയ അമലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നിസ്കാരം എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, അതിൻ്റെ മുഖ്താറ. അതുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്, അസ്വലാത്തു അലാ വഖ്തിഹാ. വഖത്ത് പറയുമ്പോൾ മഹാന്മാരെ മുഹദ്ദിസുകൾ അത് വിവരിക്കുന്നുണ്ട്. യഥാർത്ഥ മുഖ്താറായ സമയം, ഒരു പള്ളിയിൽ ഒരു ജമാഅത്ത് നടക്കുന്നൊരു സമയമുണ്ടല്ലോ, ബാങ്ക് വിളിച്ചൊരു 15 മിനിറ്റൊക്കെ, അതാണ് അതിൻ്റെ യഥാർത്ഥ സമയം. പിന്നീട് ഞാൻ ചോദിച്ചു, ഇത് കഴിഞ്ഞാൽ പിന്നീട് ഏതാണ് നബിയെ? അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ സന്തോഷമുള്ള പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ അമൽ ഏതാണ് നബിയെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പരിചരിക്കൽ. നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പുണ്യമുള്ള അമലേതാ? മാതാപിതാക്കളെ പരിചരിക്കൽ, അവർക്ക് ഗുണം ചെയ്യൽ, അവർക്ക് അത്യാവശ്യം വേണ്ടത് ചെയ്തു കൊടുക്കൽ. അതാണ് രണ്ടാമതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏറ്റവും പുണ്യമുള്ള അമല്. മാതാപിതാക്കൾ അവർക്ക് ചെയ്യുന്ന ഓരോ സേവനവും വലിയ പ്രതിഫലത്തിന് കാരണമാകും, വലിയ പ്രതിഫലത്തിന് കാരണമാകും. അതുകൊണ്ടല്ലേ തിരുനബിയുടെ മുന്നിൽ ധർമ്മ പോരാട്ടത്തിന്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ധർമ്മ പോരാട്ടത്തിന് വരെ അനുമതി ചോദിച്ചപ്പോൾ, മാതാപിതാക്കൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ, നിൻ്റെ ഏറ്റവും വലിയ ധർമ്മ പോരാട്ടം ആ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനമാ, പൊയ്ക്കോ, യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ പ്രവാചകൻ. നിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം, നിനക്കൊരു ഉമ്മയും വാപ്പയും നിൻ്റെ കൈവശം ഉണ്ട്, പ്രായം ചെന്നവരാ, അവർക്ക് ചെയ്തു കൊടുക്കുന്ന പോരാട്ടം സേവനമാണ് ഏറ്റവും വലിയ അമല്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ചെറിയ കാര്യമല്ല മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനം, കരുതലോടെ ചെയ്യണം. ഏത് സേവനം ചെയ്യുമ്പോഴും മനതൃപ്തിയോടെ, മനസംതൃപ്തിയോടെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഈ കിളവിയെ കൊണ്ട് തോറ്റി, മുബിലാനെ കൊണ്ട് തോറ്റ്, അങ്ങനെ പറഞ്ഞല്ല ചെയ്യേണ്ടത്. നല്ല മനസംതൃപ്തിയോടുകൂടി ഉമ്മയ്ക്ക് സേവനം ചെയ്യണം, വാപ്പയ്ക്ക് സേവനം ചെയ്യണം. അവർക്ക് ചെലവഴിക്കുന്ന പൈസയ്ക്ക് പോലും നീ അവിടെ കണക്ക് പറയാൻ നിൽക്കരുത്. അവരുടെ മുന്നിൽ വാപ്പാക്ക് ഇത്ര തന്നില്ലേ, ഉമ്മാക്ക് ഇത്ര തന്നില്ലേ എന്നവരോട് നീ പറയരുത്. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണത്. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് നാട് മൊത്തം നീ പറഞ്ഞു നടക്കരുത്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉമ്മയ്ക്കും വാപ്പയ്ക്കും ചെയ്യുന്ന സേവനം ദുനിയാവിലെ ഏറ്റവും വലിയ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ അമല് അവരെ പരിചരിക്കലാണ്, അവർക്ക് സേവനം ചെയ്യലാണ്. മരണപ്പെട്ടാൽ പോലും ബാധ്യത തീർന്നില്ല. എൻ്റെ ഉമ്മായും വാപ്പായൊക്കെ ഇപ്പോൾ പള്ളിക്കുഴിയിലല്ലേ, ഇനിയിപ്പോൾ എന്തോ എനിക്ക് ബാധ്യത തീരില്ല, ഒരിക്കലും തീരില്ല. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം. എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അവരെ ഓർക്കണം, അവർക്ക് ഖുർആൻ ഓതണം, അവരുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കണം, അവരുടെ മുന്നിൽ ചെല്ലണം, അവരുടെ ഖബറിൻ്റെ മുന്നിൽ ചെല്ലണം, സലാം പറയണം, പ്രാർത്ഥിക്കണം, ദ്വാരക്കണം, അവർക്ക് വേണ്ടി സ്വതക്കകൾ കൊടുക്കണം, അവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. വലിയ സേവനമാത്, മറക്കരുത്. മരിച്ചെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ ബാധ്യത നീ ജീവിച്ചിരിക്കുന്നവർ വരെ നീ അത് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കി പിന്നത്തെ കാര്യം. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവും നീ നിൻ്റെ ഉമ്മയുടെയും വാപ്പയും നീ സന്ദർശിക്കണം. ജീവിച്ചിരിക്കുന്ന ഉമ്മയെ സന്ദർശിക്കുന്നത് പോലെ തന്നെ ഖബറിൻ്റെ മുന്നിൽ ചെന്ന് അവരെ നീ സന്ദർശിക്കണം. അത് ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിക്കുന്നത് പോലെ തന്നെയാണത്. മറക്കരുതവരെ. അവർ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അവരെ മറക്കാൻ പാടില്ല. അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. വീണ്ടും ചോദിച്ചു, നബിയെ അടുത്തത് ഏതാണ് നബിയെ? അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഏതാണ് നബിയെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പടച്ചവൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, പോരാട്ടം. എന്തു പോരാട്ടം? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മളുടെ ദീൻ അനുസരിച്ച്, അള്ളാഹു നമുക്ക് തന്ന പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മ പോരാട്ടം. ഇന്നത്തെ സാഹചര്യത്തിൽ ദീനനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും പാടുപെടുകയാണ്. കുടുംബത്തിൽ, വ്യക്തിഗതയിൽ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ദീനനുസരിച്ച് ജീവിക്കാൻ. ചുറ്റുപാട് മോശം, സമൂഹം മോശം, എല്ലാം മോശം. ശരീരമാണെങ്കിൽ 100 തെറ്റിനാ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം 100 തെറ്റിന് പ്രേരിപ്പിക്കും ഒരു ദിവസം. നാക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക, എന്ത് പറയണമെന്ന് പറഞ്ഞു. കണ്ണാണെങ്കിൽ എന്ത് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സമൂഹമാണെങ്കിൽ മൊത്തം മലിമിസ്, എവിടെ നോക്കിയാലും ഹറാമ്, നിഷിദ്ധമല്ലാതെ വേറൊന്നുമില്ല. പെണ്ണിനും ആണിനും ഒരു ലജ്ജയില്ല. ഇത്രയും വൃത്തികെട്ടൊരു യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്ത് സ്വശരീരത്തോട് പോരടിച്ച്, ഇബ്ലീസിനോട് പോരടിച്ച്, ചുറ്റുപാടിനോട് പോരടിച്ച് ജീവിക്കലാണ് ധർമ്മയുദ്ധം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മയുദ്ധം ഏതാ നമ്മളെ ധർമ്മയുദ്ധം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്നിപ്പോൾ പോരാടാൻ പറഞ്ഞില്ലല്ലോ. നമുക്കങ്ങനെയില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ശരീരത്തോട്, ചുറ്റുപാടിനോട്, ദേഹേച്ഛയോട് പോരടിച്ച്, ഇബ്ലീസിനോട് പോരടിച്ച്, അതാണ് ഇന്നത്തെ നമ്മുടെ ധർമ്മയുദ്ധം. മനസ്സിലാക്കണം. മുസ്ലിമായി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായി ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എന്ത് ചെയ്യാം? മുസ്ലിമായി ജീവിക്കണമെങ്കിൽ 3 മല്ലന്മാരെ പരാജയപ്പെടുത്തണം. 1 ശരീര ഇച്ഛ, 2 ഇബ്ലീസ്, 3 ചുറ്റുപാട്. ഇത്രയും മല്ലന്മാരവന്മാർ 3 പേരും, ഇവന്മാരെ 3 പേരെയും പരാജയപ്പെടുത്തിയ ഒരു മനുഷ്യന് മുസ്ലിമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 മല്ലന്മാരോട് പോരാടലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധർമ്മയുദ്ധം. മനസ്സിലായോ? വാളും എടുത്തുകൊണ്ട് പോരാടലല്ല. നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്. അർഹമുർ റഹീമായ റബ്ബ് വേണ്ടതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തിരുനബിയുടെ തിരുസുന്നത്തുകൾ
ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുവായ ഞാൻ പറഞ്ഞത് ഈ പ്രിയപ്പെട്ടവർ കേട്ടത് നിൻ്റെ മുന്നിൽ വലിയ അമലാക്കണം.